ജോമെട്രിക് കൺസ്ട്രക്ഷൻസ് ആണ് അടുത്തതായിട്ട് നമുക്കുള്ളത്. അപ്പോൾ ഇതിനകത്ത് എ റിയൽ നമ്പർ ആൽഫ ഈസ് കൺസ്ട്രക്റ്റബിൾ. ഒരു നമ്പറാണ് ആൽഫ, അതിനെ കൺസ്ട്രക്റ്റബിൾ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ബൈ മീൻസ് ഓഫ് ആൻ അൺമാർക്ക്ഡ് സ്ട്രേറ്റ് അഡ്ജ് എ കോമ്പസ് ആൻഡ് എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് 1 we can construct a line segment of length mod alpha in a finite number of steps. ആൽഫ കൺസ്ട്രക്റ്റർ ആണ് നമ്മൾ വിളിക്കണമെങ്കിൽ ബൈ മീൻസ് ഒരു അൺമാർക്ക്ഡ് സ്ട്രേറ്റ് എഡ്ജ് എടുക്കുക, കോമ്പസ് എടുക്കുക, ഒരു ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് 1 എടുക്കുക. നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റണം? ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് മോഡ് ആൽഫ ഉണ്ടാക്കാൻ പറ്റണം ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഈ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ ആൽഫ കൺസ്ട്രക്റ്റബിൾ ആണെന്ന് പറയുന്നത്. നോട്ട് നോക്കുക, ദ ഓൺലി പോയിൻറ്റ്സ് ഇൻ റിയൽ പ്ലെയിൻ ദാറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഫ്രം ദ പ്ലെയിൻ ഓഫ് എ ഫീൽഡ് എഫ് ആർ ദോസ് whose coordinates lie in fields of the form f of root alpha where alpha element of f, അത് ശ്രദ്ധിക്കുക, ആൽഫ എലമെൻറ്റ് ഓഫ് എഫ് ആൻഡ് ആൽഫ ഈസ് പോസിറ്റീവ്. ഇതിൻ്റെ പ്രൂഫ് ഒരു വലിയ പ്രൂഫാണ്. അത് നമുക്ക് പഠിക്കാനുള്ള സ്കോപ്പില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തൽക്കാലം അങ്ങനെ വിചാരിക്കുക അത് ട്രൂ ആണെന്ന്. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് f1 is equal to f of root alpha and construct points whose coordinates lie in fields of the form f2 is equal to f1 of root beta where beta element f1 and beta is positive. Continuing in this fashion, we see that a real number c is constructible if and only there is a series of field. അപ്പം q equal to f1 എന്ന് വിചാരിക്കുക. f2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f1 ഓഫ് റൂട്ട് ബീറ്റ, f1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f ഓഫ് റൂട്ട് ആൽഫ. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് ഓരോ പ്രാവശ്യം ഓരോ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ ആറിലെത്തുന്നതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഈ ഓരോന്നിൻ്റെയും ഇപ്പം fi+1 = fi റൂട്ട് ആൽഫ ആയി ആണല്ലോ ഓരോ പ്രാവശ്യവും നമുക്ക് അങ്ങനെയാണ് ഓരോന്നും കിട്ടുന്നത്. അപ്പം ആൽഫ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, fi+1 ആൽഫ ആയി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡിഗ്രി, ഫോർ എക്സാമ്പിൾ റൂട്ട് ആൽഫ എന്ന് പറയുന്ന എഫിനകത്തിലുണ്ട്. അപ്പം x² = ആൽഫ എന്ന് പറയുന്ന ഇക്വേഷനെ ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഈ റൂട്ട് ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ x² - ആൽഫ = 0 ആണ് ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ, ഈ ആൽഫ 0 ആയിട്ടുള്ള. അതിൻ്റെ ഡിഗ്രി 2 ആണ്. അപ്പം ഓരോ പ്രാവശ്യവും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യവും ഈ റൂട്ടിനകത്തുള്ള സാധനം മറ്റേതിനകത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിഗ്രി 1 or 2 ആണ്. അപ്പോൾ ഇത് ഇനി എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, k/e/f എന്ന് വന്നു കഴിഞ്ഞാൽ ഡിഗ്രി k/e × ഡിഗ്രി e/f. അങ്ങനെ ഇതിനെ ഓരോന്നിനെ എഴുതാം. എണ്ണം ഉണ്ട്, അതിനെ എല്ലാം കൂടെ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പ്രാവശ്യം 2 × 2 × 2 എക്സെട്ര എത്ര പ്രാവശ്യം വരും? 2k വരും. അപ്പോൾ q/q ഡിഗ്രി 2k ആണ് ഫോർ സം നോൺ നെഗറ്റീവ് ഇൻറ്റിജർ k. കൺസിഡർ ഡബിളിംഗ് ദ ക്യൂബ് ഓഫ് വോളിയം 1. The enlarged cube would have an edge of length cubic root of 2. ക്യൂബ് ൻ്റെ വോളിയം 1 ആണ്, അതിനെ ഇരട്ടിയാക്കുകയാണ്. എൻലാർജ്ഡ് ക്യൂബിൻ്റെ എഡ്ജിൻ്റെ ലെങ്ത് ക്യൂബിക് റൂട്ട് ഓഫ് 2 ആണ്. എത്താലേ നമുക്കത് ഈ ക്യൂബിക് റൂട്ട് ഓഫ് 2ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് വോളിയം 2 കിട്ടത്തുള്ളൂ. ബട്ട് ക്യൂബിക് റൂട്ട് ഓഫ് 2/q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നേരത്തെ പറഞ്ഞ കണ്ടീഷൻ QC/q ൻ്റെ ഡിഗ്രി 2k ആണെങ്കിലേ അത് കൺസ്ട്രക്റ്റബിൾ ആകത്തുള്ളൂ. ഇവിടെ വന്നിരിക്കുന്നത് 2k അല്ല, 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ക്യൂബ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, കൺസിഡർ ദ പോസിബിലിറ്റി ഓഫ് ട്രൈസെക്റ്റിംഗ് എ 60° ആംഗിൾ. ഇഫ് ഇറ്റ് വെയർ പോസിബിൾ ടു ട്രൈസെക്റ്റ് an angle of 60°, then cos 20° would be constructible. In particular, q of cos 20/q is equal to 2k for some k. Now using trigonometry identity 60° ആംഗിൾ നോക്കുക. ഇഫ് ഇറ്റ് വെയർ പോസിബിൾ ടു ട്രൈസെക്റ്റ് an angle of 60° ആംഗിളിനെ ട്രൈസെക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ cos 20° എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റബിൾ ആയിരിക്കും. കാരണം 20 കൺസ്ട്രക്റ്റബിൾ ആയിരിക്കും, 20 കൺസ്ട്രക്റ്റബിൾ ആണെങ്കിൽ cos 20 കൺസ്ട്രക്റ്റബിൾ ആയിരിക്കും. അങ്ങനെ അത് വരുന്നു. ഇൻ പർട്ടിക്കുലർ q of cos 20/q എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2k എന്ന് കിട്ടും ഫോർ സം k. യൂസിങ് ദി ഐഡൻറ്റിറ്റി, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി എഴുതിയിരിക്കുന്നത് cos 3θ = 4 cos q θ - 3 cos θ where θ = 20°. cos 60 ആണെങ്കിൽ 4 cos ക്യൂബ് 20 - 3 cos 20, അതായത് തീറ്റയ്ക്ക് 20 കൊടുത്താൽ cos 60 1/2 കൊടുത്തു, എല്ലാം എഴുതി. സോ cos 20° ആൻഡ് 0. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് 8 cos ക്യൂബ് 20 -
6 cos 20 = 1 എന്ന് കിട്ടും. അതായത് cos 20 എന്ന് പറയുന്നത് 8x³ - 6x - 1ൻ്റെ 0 ആണെന്ന് നമുക്ക് മനസ്സിലാവും. cos 20 എന്ന് പറയുന്നത്. ഓക്കെ. ബട്ട് സിൻസ് 8x³ - 6x - 1 is irreducible over q, we must also have q of cos 20 over q is equal to 3. One weight is equal to 4 cos cube 20 minus 3 cos 20. ഇപ്പോൾ cos 20 എന്ന് പറയുന്നത് 8x³ - 6x - 1ൻ്റെ 0 ആണെന്ന് കിട്ടും. പക്ഷേ 8x³ - 6x - 1 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. വി മസ്റ്റ് ഓൾസോ ഹാവ് ക്യൂ ഓഫ് cos 20 ഓവർ ക്യൂവിൻ്റെ ഡിഗ്രി എത്രയാണ്? 3 ആണെന്ന് കിട്ടും. കാരണം cos 20 0 ആയിട്ട് വരുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രിയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിഗ്രി 3 ആണ്. അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 2k അല്ലല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടി? അത് കൺസ്ട്രക്റ്റബിൾ അല്ല എന്നുള്ള ആൻസർ കിട്ടുന്നു. അപ്പം cos 20 കൺസ്ട്രക്റ്റബിൾ അല്ലെങ്കിൽ 20 കൺസ്ട്രക്റ്റബിൾ അല്ല, 20 കൺസ്ട്രക്റ്റബിൾ അല്ലെങ്കിൽ 60 കൺസ്ട്രക്റ്റബിൾ അല്ല. അതാണ് അതിൻ്റെ ആൻസർ. If a and b are constructible numbers and a greater than or equal to b greater than or equal to 0, give a geometric proof that a plus b and a minus b are constructible. To construct a plus b a minus b constructible ആണെന്ന് കാണിക്കണം. a plus bൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കൺസ്ട്രക്റ്റ് a, then use a straight edge and commas to extend a to a right by marking of the length a മാർക്ക് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന ലെങ്ത് കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുക. അപ്പോൾ a plus b കിട്ടും. ഇനി a minus b കിട്ടാൻ വേണ്ടിയിട്ട് a ഫുള്ള് വരയ്ക്കുക. അതിനകത്തുനിന്ന് b എന്ന് പറയുന്നത് മാറ്റുക. എയുടെ റൈറ്റ് എൻഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് b മാർക്ക് ചെയ്യുക. അപ്പം റിമൈനിങ് a minus b ആയിരിക്കും.